സത്യശീല നിങ്ങൾ പറയുന്ന പോലെ വില്ലേജ് ഓഫീസർക്ക് അങ്ങനെ സ്റ്റേ ഓർഡർ കൊടുക്കാനുള്ള അധികാരം ഇല്ല. ഉണ്ട് സാറേ, അവര് പേപ്പർ കാണിച്ചു തന്നു, അതിൽ സീലുണ്ട്, ഒപ്പുണ്ട്. അത് വേറെ ഏതെങ്കിലും പേപ്പർ ആയിരിക്കും. അല്ല സാറേ, ഇത് കണ്ടപാട് JCB-കാരൊക്കെ പണി നിർത്തി പോയി. അത് സ്റ്റേ ഓർഡർ തന്നെയാണ്. ഞാൻ 10-20 വർഷത്തെ സർവീസുള്ള ആളാണ്. അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ അറിയണ്ടേ? സാർ അറിയണ്ടാണ്, പക്ഷെ അത് സ്റ്റേ ഓർഡർ ആണ്, അല്ലെങ്കിൽ അവർ പോണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ആ തർക്കം അവിടെ നിൽക്കട്ടെ. വില്ലേജ് ഓഫീസർ ഇപ്പൊ വരും, അപ്പൊ നമുക്ക് അത് ക്ലിയർ ചെയ്യാം. ശരി. അല്ല, നിങ്ങളുടെ ഈ 10 സെന്റ് സ്ഥലം ഉണ്ടല്ലോ, അത് അയാളുടെ വീടിന്റെ അതിർത്തിയോട് ചേർന്ന് തന്നെയാണോ? കള്ളമാണ് സാറേ, ഇത് പച്ച കള്ളമാണ്. അപ്പൊ എന്റെ വീടിരിക്കുന്ന 10 സെന്റ് സ്ഥലം ഉണ്ടല്ലോ, അതിലത്തെ മണ്ണ് മുഴുവൻ മാറ്റി കഴിഞ്ഞാലും അവരുടെ വീടിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ല, എങ്കിൽ പിന്നെ എന്തിനാണ് അവര് ഇതിന്റെ പിന്നാലെ നടക്കുന്നത്? സാറേ, ചുമ്മാ നോണ പറഞ്ഞോണ്ട് നടക്കാന്നേ. ആ വീടാണെങ്കിൽ നല്ല പഴക്കമുള്ള, നല്ല ഉറപ്പുള്ള വീടാ, ഒന്നും സംഭവിക്കില്ലെന്നേ. ചുണ്ണാമ്പിൽ പണിത വീടാണ്. അതെ അതെ അതെ. ഇനി അതെങ്ങാനും ഇടിഞ്ഞു പൊളിഞ്ഞ് വീടെന്ന് വിചാരിക്കുക, എന്നാലും കുഴപ്പമില്ല. കാരണം അവർക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. കാരണം ഒരു മുറിയുണ്ട്, പിന്നെ അടുക്കളയുണ്ട്, ഇത്രയേ ഉള്ളൂ ആ വീടിന്. എന്ത് മനസാക്ഷിയുടെ ആൾക്കാരാണോ? അല്ല, ഞാൻ പറഞ്ഞു സാറേ, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലേ അവർക്ക് വേറെ വീട് വെക്കാനോ പറയാ. കൊള്ളാം. വീട് ഇടിഞ്ഞ് അവരുടെ തലയിൽ കൂടെ വീണ് കഴിഞ്ഞാൽ അവർ തട്ടിപ്പോയി കഴിഞ്ഞാൽ വേറെ വീട് വെക്കാം. മനസ്സിരിപ്പ് കൊള്ളാം. ഇവിടെ എത്തിയോ? കാര്യം നടക്കണമെങ്കിൽ വരണ്ടേ സാറേ? അല്ല സാറേ, ഇവർ ഏതാ ഒരു സ്റ്റേ ഓർഡറിന്റെ കാര്യം പറയുന്നുണ്ട്. എന്റെ സാറേ, അതൊക്കെ കുറെ പറയാണ്ട്. ഞങ്ങളെ മണ്ണെടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇപ്പൊ മണ്ണെടുത്ത ആ കുഴിയിൽ ഞങ്ങൾ ചാടി ആത്മഹത്യ ചെയ്യും. നിങ്ങളുടെ പേര് എഴുതി വെക്കും. ഇത് ഇവരാ പ്രദേശത്തുള്ളവർക്ക് മുഴുവനുള്ളൊരു കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവരൊക്കെ ഒരു ആത്മഹത്യ ടെൻഡൻസി ഉള്ള കൂട്ടരാ. ആ എതിർക്കക്ഷിയിലെ പെണ്ണുങ്ങളും എടുത്ത് ഇതേ വർത്താനം പറഞ്ഞു ചാടി ചത്തോളുന്നു. ഇപ്പൊ പറയുന്നതായിട്ടില്ല, നമ്മുടെ പേര് എഴുതി വെക്കുന്നു. എന്റെ പൊന്നു സഹോദരി, അങ്ങനെയുള്ള പ്രവണതയൊന്നും പാടില്ല കേട്ടോ. ഞങ്ങൾ കാലാകാലം പെൻഷൻ വാങ്ങിക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗമില്ലല്ലോ. അതെ, നിങ്ങൾ ഇങ്ങനെ വാശി പിടിച്ചപ്പോ സത്യത്തിൽ കുഴി വീഴാൻ പോണ ഞങ്ങളാ. അതെ, ഇതാണ് എതിർക്കക്ഷി. എതിർകക്ഷി ശീതളിനും ഭാര്യയെ ഇവര് കുയിക്കണ കുയിൽ വീഴാൻ പോണവരാണല്ലോ. ഇവരാണ് കേരവാശീതള പഠിച്ചിട്ടുണ്ടോ പോരി. എന്താ ശീതള പ്രശ്നം? സാറേ, ഞങ്ങള് താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് ഇയാളുടെ സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഇയാൾ കുളിക്കണത് സാറേ. ഞങ്ങളുടെ പറക്കോറ്റാത്ത 2 കുഞ്ഞുങ്ങളും സാറേ അവിടെ താമസിക്കണം. കുഞ്ഞുങ്ങൾക്ക് എത്ര പ്രായമുണ്ട്? മോന് 17, മോക്ക് 15. ഇതാണ് പറക്കാൻ പറ്റാത്ത, ഇതൊക്കെ പറഞ്ഞു പോകാനുള്ള പ്രായമായിക്കണല്ലോ. ഞാൻ നിങ്ങളൊന്ന് പറപ്പിക്കോ? അതെ, ഇത് ഓഫീസാണ് സാറേ. ഇവിടെ പറപ്പിക്കേണ്ട കാര്യം പറയാൻ വന്നല്ലേ ഇവര് ചിരിച്ചെന്തിനാണെന്നുള്ളത് ചോദിക്കും. അതെ, ഒരു വില്ലേജ് ഓഫീസറാണ് ഞാൻ. ആയിക്കോട്ടെ, അതിനിപ്പോ പറപ്പിക്കാൻ നടക്കില്ലല്ലോ വില്ലേജ് ഓഫീസർ. മൊയ്തു സാറ് ഇവരുടെ സ്ഥലം പോയി കണ്ടായിരുന്നു? ഞാൻ പോയി കണ്ടതാണല്ലോ. കംപ്ലീറ്റ് കുന്നാണ്. 5 സെന്റ് ഓൾറെഡി അവിടെ കുഴിച്ച് കഴിഞ്ഞ് സത്യശീലേ. ഇനിയുള്ള 5 സെന്റ് കൂടി കുഴിച്ച് കഴിഞ്ഞാൽ വേറെ വീട് ആ കുയിലേക്ക് വീന്നുള്ള കാര്യം ഉറപ്പാ. ഉറപ്പിൽ പറയുന്നല്ലേ ഉള്ളൂ സാറേ. ഇത് കുഴിച്ച് നിങ്ങളുടെ ഭാര്യല്ലോ എന്റെ ഭാര്യ. ഇത് താലൂക്ക് ഓഫീസാണ്, മീൻചന്ത അല്ല. മീൻചന്തയിലേക്ക് പോയി അപ്പൊ കാണിച്ചാറോ ഞങ്ങളാണോ? മര്യാദക്ക് നിന്നല്ലെങ്കിൽ എല്ലാത്തിനെയും പൊടിച്ച് പോലീസ് ഏൽപ്പിക്കും. ഇതൊരു സർക്കാർ ഓഫീസാണ്. ഞങ്ങളെ കൂടെ നിങ്ങളുടെ നിലവാരത്തിൽ എത്തിക്കരുത്. അല്ല, അണിഞ്ഞൊരുങ്ങി വന്ന എന്ത് മാന്യാണ്. വായ പറഞ്ഞപ്പോ തനി തറിയാലോ.